പൊതുവേ എനിക്ക് ഈ ലൈറ്റുകളോട് കുറച്ച് ക്രേസിനെസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏത് ടൈപ്പ് ലൈറ്റ്സ് കണ്ടാലും എനിക്കത് വാങ്ങണം. വാങ്ങിയിട്ടും അതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് കൂട്ടിയിട്ടും ഇപ്പം എൻ്റെ റൂം ഒരു പള്ളിപ്പെരുന്നാൾ പോലെ എന്ന് എല്ലാവരും കണ്ടാൽ പറയുക. എന്ത് ചെയ്യാനാ? എന്തായാലും ഈ ലൈറ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. കാണുമ്പോൾ തന്നെ മനസ്സിലായിണ്ടാവുമല്ലോ, ഇതൊരു ഹാങ്ങിങ് ലൈറ്റാണ്. അതുമാത്രമല്ല ഇതൊരു സോളാർ ലൈറ്റും കൂടിയാണ്. അപ്പോൾ ബോക്സിൻ്റെ ഉള്ളിൽ ഈ ലൈറ്റും അത് തൂക്കിയിടാനുള്ള ഒരു ചെറിയ ഹുക്കും അതാണ് ഉണ്ടായിരുന്നത്. ഇതിന് മുകളിൽ കാണുന്ന ഈ ചെറിയൊരു സോളാർ, ഇത് മാത്രം മതി നമുക്കിതൊന്ന് മിന്നിച്ചെടുക്കാൻ. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ചെറിയ ഒരു ഓൺ ഓഫ് ബട്ടൺ കൂടിയുണ്ട്. അത് ഓണാക്കിയിട്ടാൽ നമ്മൾ ഡേ സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ചാർജ് ആയിക്കോളും. എന്നിട്ട് നൈറ്റിൽ ഇത് തന്നെ കിടന്ന് കത്തിക്കോളും. അപ്പോൾ അത് ഓൾറെഡി ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കൈ വെച്ചിട്ടൊന്ന് കവർ ചെയ്യുമ്പോൾ തന്നെ അത് കണ്ടില്ലേ, ആ സ്റ്റാർസൊക്കെ ഒന്ന് കത്താൻ തുടങ്ങിയിട്ടുണ്ട്. സംഭവം ഓൾറെഡി ഇത് സെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഹാങ് ചെയ്തിട്ട് നോക്കി നോക്കാം. കമോൺ. ശരിക്കും ഇത് ബാൽക്കണി സെറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി രാവിലെ സൂര്യപ്രകാശം തട്ടി ഇത് ചാർജ് ചെയ്യും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോർമൽ ബൾബിൻ്റെ ഇടയിലാണ് ഇത് തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോഴും ആവശ്യത്തിനുള്ള ചാർജൊക്കെ അതിന് കിട്ടും. എന്നാൽ പിന്നെ ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്താലോ? ഇതാ ഇങ്ങനെ ഉണ്ടാവും ലൈറ്റ് കത്തിയ, അല്ലെങ്കിൽ രാത്രി ഇത് കാണാനായിട്ട്. ഈ ലൈറ്റ് ഒരു മോഡിൽ മാത്രമല്ല പലതരം മോഡ്സിലും, അതായത് കളർ മാറിയിട്ടും ഒക്കെ ഇത് വിസിബിൾ ആവും. അതുമാത്രമല്ല അത്യാവശ്യത്തിന് ബ്രൈറ്റ്നെസ്സും ഉണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് എന്നുണ്ട് അടിപൊളിയല്ലേ? നമുക്ക് ബാറ്ററിയും വേണ്ട, ചാർജിങ് വേണ്ട, ഒന്നും വേണ്ട. ഓട്ടോമാറ്റിക്കലി രാത്രി അത് കിടന്ന് കത്തിക്കോളും. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് കയറി പർച്ചേസ് ചെയ്യാം. പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ഷേപ്സും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ.